നമസ്തേ. കേരളം മുഴുവൻ ഇളക്കി മറിച്ച ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എത്രത്തോളം രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നിറഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് പക്ഷെങ്കിൽ അടുത്ത കാലത്തെങ്കിലും കേരളം കണ്ടിട്ടുണ്ടാവില്ല. അതോടൊപ്പം തന്നെ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളം സാക്ഷ്യം വഹിച്ചു. ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രാദേശിക പാർട്ടികൾക്ക് നിർണായകമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികൾ ഗതി നിശ്ചയിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നാളെ പുറത്തു വരികയാണ്. മഹാരാഷ്ട്രയും ഇപ്പോൾ ജാർഖണ്ഡും. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളെല്ലാം പെട്ടിയിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കൊപ്പമാണ്, ആര് വീഴും ആരൊക്കെ വാഴുമെന്നത് അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പുകൾ മാത്രമാണുള്ളത്. വിവിധ ബ്യൂറോകളിൽ നിന്ന് നമ്മുടെ പ്രതികളുണ്ടൊപ്പം രാഷ്ട്രീയ വിലയിരുത്തലുമായി അതിഥികളുമുണ്ട്. ഡൽഹിയിൽ നിന്ന് ഗൗതം, ഒപ്പം പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ, ഒപ്പം വയനാട് നിന്ന് അർജുനുണ്ട്, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്തുണ്ട്. മുമ്പ് ആദ്യം നോക്കാം നമുക്ക് പ്രധാന വാർത്തകൾ. പാലക്കാടും വയനാടും ചേലക്കരയും ആർക്കൊപ്പം എന്ന് നാളെ അറിയാം. കേരളം കാത്തിരുന്ന വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും നാളെ വോട്ടെണ്ണൽ. സമഗ്ര കവറേജുമായി ടീം ജനം. മുനമ്പത്തെ പ്രശ്നത്തിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി. വിഷയത്തിൽ നിന്ന് സർക്കാർ വിളിച്ച ഉന്നതതല യോഗം തിരുവനന്തപുരത്ത്. മുനമ്പത്ത് വഖഫായിട്ടാണ് ഭൂമി കൈമാറിയെന്ന് ഭൂവുടമ സിദ്ദിഖ് സേഠ്. കേസ് അടുത്ത മാസം 6 പരിഗണിക്കാനായി മാറ്റി. സജി ചെറിയാനെ സംരക്ഷിച്ച് CPM. ഭരണഘടനാ അവഹേളനത്തിൽ മന്ത്രി രാജിവെക്കേണ്ട, നിയമപരമായി നേരിടാൻ പാർട്ടി സെക്രട്ടേറിയറ്റിൽ തീരുമാനം. സജിയുടെ ഭാഗം കേൾക്കണമെന്ന് മന്ത്രി P. രാജീവ്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ ആത്മഹത്യയിൽ പ്രതികൾ റിമാൻഡിൽ. 3 പ്രതികളെയും റിമാൻഡ് ചെയ്തത് 14 ദിവസത്തേക്ക്. കോടതിക്ക് മുന്നിൽ പ്രതികൾക്കെതിരെ ABVPയുടെ പ്രതിഷേധം. ഭാരതത്തിന്റെ സ്വത്തം തിരിച്ചുപിടിക്കുന്ന ലക്ഷ്യമായി ലോക്മന്ഥൻ 2024 ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭാരതീയ സംസ്കാരം ലോകം മുഴുവൻ എത്തിക്കാൻ ലോക്മന്ഥനിലൂടെ കഴിയുമെന്ന് രാഷ്ട്രപതി. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ വാദങ്ങൾ പൊളിച്ചടുക്കി കേന്ദ്രം. NDRFിൽ നിന്ന് 153.4 കോടി അനുവദിച്ചെന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം. വയനാട്ടിലെ ഹർത്താലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഹൈക്കോടതി ദുരന്തത്തെ സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് V. മുരളീധരൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചെന്ന് പരാതി. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവേശിച്ച രോഗിക്ക് ചികിത്സ ലഭിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം. ICUവിൽ തുടരുന്ന രോഗിയുടെ നില ഗുരുതരം. നോക്കാം ഇനി തെരഞ്ഞെടുപ്പ് ഫലം. ആരൊക്കെ വാഴും ആരൊക്കെ വീഴും, പെട്ടിപൊട്ടുമ്പോൾ ആർക്കൊക്കെ നേട്ടമെന്ന് പരിശോധിക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം ഉറ്റുനോക്കിയ വീറും വാശിയും നിറഞ്ഞ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് സാക്ഷ്യം വഹിച്ച ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് കാത്തിരിക്കുന്നത്. ഒപ്പം ദേശീയ തലത്തിലേറെ ശ്രദ്ധേയമായ മഹാരാഷ്ട്ര, ഒപ്പം ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് ഈ മണിക്കൂറിൽ നമ്മൾ വിലയിരുത്തുന്നത്. എക്സിറ്റ് പോളുകൾ എന്തായാലും ദേശീയ തലത്തിൽ വന്നത് NDA ക്യാമ്പിന്, BJP സഖ്യത്തിന് വളരെ വലിയ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിലും ഒപ്പം ജാർഖണ്ഡിലും പ്രവചിക്കുന്നത്. ഒപ്പം കേരളത്തോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന UPയിൽ ഉൾപ്പെടെ അവിടെയും BJPക്ക് കാര്യമായ മേൽക്കൈ നൽകുന്നുണ്ട്. വോട്ടെണ്ണൽ ഒരു നാൾ മാത്രം ശേഷിക്കെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഗൗതം, ഒപ്പം പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ, ചേലക്കരയിൽ നിന്ന് ആനന്ദ്, വയനാട് നിന്ന് അർജുനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നു പാലക്കാടേക്ക് വളരെ വേഗമെന്ന് പോയി വരാം. അരുൺ ആലത്തൂർ തയ്യാറാണ്. കാരണം കേരളം ഉറ്റുനോക്കുന്നത് ഏറെ ശ്രദ്ധേയമായ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് പാലക്കാട് നടന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചർച്ചയാകുന്ന തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്ക് പോയത് പാലക്കാടാണ്. അരുൺ, പാലക്കാടിൻ്റെ ഒരു മനസ്സ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് BJP NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ നിമിഷം തന്നെ
BJP സംസ്ഥാന അധ്യക്ഷന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂരിന് പിന്നാലെ പാലക്കാടും എന്ന് ഏറെക്കുറെ വിജയം ഉറപ്പിച്ച മട്ടിലാണ് ഇന്ത്യ ക്യാമ്പിൻ്റെ ഒരു ആത്മവിശ്വാസം. അതിന് പ്രധാനമായി അതിന് ഊന്നൽ നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മുന്നണിയുടെ വിലയിരുത്തലുകൾ? വളരെ വേഗം അതിലേക്ക് പോകണം. വീണ്ടും അരുണിലേക്ക് മടങ്ങിയെത്താം. അരുൺ, ഉമേഷ്, പാലക്കാട് ഏതായാലും വലിയ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പുകൾ ഉള്ളത്. അതിന് കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാണ് ഈ മണ്ഡലം NDAക്ക് മെട്രോമാൻ ശ്രീധരനിലൂടെ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത്തവണ ഏതായാലും അവർ ശക്തമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനം നടത്തിയതൊക്കെ വോട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് BJP ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പോളിംഗ് ശതമാനം കുറവായിരുന്നു. 70.51 ആയിരുന്നു പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ BJPയുടെ ശക്തി ദുർഗങ്ങൾ അല്ലെങ്കിൽ ശക്തമായ അവരുടെ മേഖലകൾ പ്രധാനമായിട്ടും ഈ മൂത്താന്തറ, വടക്കന്തറ, അതുപോലെ തന്നെ കറുകോടി, അതുപോലെ തന്നെ പുത്തൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, അങ്ങനെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള നിരവധി ഭാഗങ്ങളിൽ പോളിംഗ് ശതമാനം 80% മുകളിലാണ്. അതായത് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 70.5 എന്നിരിക്കെ ഈ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം 80% മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, എല്ലാ തരത്തിലും അനുകൂലമായിട്ടുള്ളൊരു ഘടകങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. അതായത് UDF ക്യാമ്പുകളിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരെയും ആ പ്രശ്നങ്ങളും വിവാദങ്ങളും ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത് സരിൻ പാർട്ടിയിൽ നിന്ന് പോയതാണെങ്കിലും AK ഷാനിപ്പ് പാർട്ടിയിൽ നിന്ന് പോയതാണെങ്കിലും അതല്ലെങ്കിൽ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണെങ്കിലും ഇത്തരം വിവാദങ്ങളൊക്കെ കൊണ്ടുതന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഈ UDF ക്യാമ്പുകളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഇടതുപക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തം നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിപ്പിക്കാൻ കഴിയാതെ ഒരു കോൺഗ്രസ് നിന്നും കാലുമാറി വന്ന ഒരു വ്യക്തിയെ സ്റ്റെതസ്കോപ്പ് എന്ന ചിഹ്നത്തിലാണ് ഇടതുപക്ഷം മത്സരിപ്പിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഇടത് വലത് മുന്നണികളിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ NDAയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും NDA ക്യാമ്പുകളിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വാർത്തകൾ നൽകിയെങ്കിലും അത്തരം ഒരു പ്രശ്നവും ഇല്ല എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ NDA കൃത്യമായി തന്നെ തെളിയിച്ചു എന്നുള്ളതാണ്. അതിനിടയ്ക്ക് അവസാനമായിട്ട് NDA ക്യാമ്പിൽ ആകെ ഒരു പ്രശ്നമായിട്ട് വന്നത് സന്ദീപ് വാര്യരുടെ ഒരു കാലുമാറ്റമാണ്. പക്ഷേ സന്ദീപ് വാര്യർ ഈ ഒരു NDAയിൽ നിന്നും അല്ലെങ്കിൽ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയപ്പോൾ അത് കൂടുതൽ ഊർജ്ജമായി മാറുകയും അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നതിനുള്ളൊരു ഊർജ്ജമായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാ തരത്തിലും അനുകൂല ഘടകമായിരുന്നു BJP ക്യാമ്പുകളിൽ വികസനം. വോട്ടിംഗ് പാറ്റേണോട് ഒന്ന് പരിശോധിച്ചാൽ വോട്ടിംഗ് പാറ്റേണിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് പെർസെൻറ്റേജ് എങ്കിൽ പോലും വോട്ടിംഗ് പാറ്റേണിൽ അല്പം ഒരു നേട്ടം കാണുന്ന അല്ലെങ്കിൽ ഒരു മുന്നേറ്റം കാണുന്നത് നഗരമേഖലകളാണ്, നഗരസഭാ മേഖലകളാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 3% മാത്രമാണ് നഗരമേഖലകളിലെ പാലക്കാടിൻ്റെ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ്. എന്നാൽ അത് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ ഏതാണ്ട് 7 മുതൽ 10% വരെയൊക്കെ പഞ്ചായത്തുകളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. ഈ കുറവ് ആർക്കാണ് അനുകൂലമായി മാറുക? ഈ കണക്കൂട്ടൽ നഗരമേഖലയാണ് NDA ക്യാമ്പിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി അവർ തന്നെ വിലയിരുത്തുന്നത്. ഒപ്പം കോൺഗ്രസിന് സ്വാധീനമുള്ള നിർണായകമായ ചില മേഖലകൾ കൂടി ആ പ്രദേശത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നഗരമേഖലകളിൽ താരതമ്യേന വോട്ട് കൂടിയതും ഈ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ കുറഞ്ഞതും അത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ? അരുൺ, ഉമേഷ്, സ്വാഭാവികമായിട്ടും ഈ നഗര മേഖലയിൽ വോട്ട് ഉയർന്നിട്ടുള്ളത് BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം BJP ഭരിക്കുന്ന നഗരസഭ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വടക്കന്തറ, അതുപോലെ തന്നെ മൂത്താന്തറ പോലുള്ള മേഖലകളിലൊക്കെ പോളിംഗ് ശതമാനം BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളത്. അതായത് 2021 നമുക്ക് കണക്ക് പരിശോധിക്കുമ്പോൾ അന്ന് പോൾ ചെയ്ത് 1,42,000 വോട്ടായിരുന്നു. പക്ഷേ ഇത്തവണ പോൾ ചെയ്തിരിക്കുന്നത് 1,37,000 വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ, ഉമേഷ് പറഞ്ഞതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ പോളിംഗ് ശതമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ നഗരസഭ
നഗരസഭാ പരിധിയിൽ അല്ലെങ്കിൽ നഗരപരിധിയിൽ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതായത് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഞ്ചായത്തുകളിലൊക്കെ പോളിംഗ് ശതമാനം എന്നുള്ളത് 70% മാത്രമാണ്. പക്ഷേ നഗരത്തിലേക്ക് എത്തുമ്പോൾ അത് 71.1% ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് BJPക്ക് ഗുണം ചെയ്യാനുള്ള സാഹചര്യമാണ് കാണുന്നത്, സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭാ പരിധിയിൽ മാത്രം 71.1%, അതായത് 75,884 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 75,884 പേരിൽ ഒരു 36,000 പേരുടെ പിന്തുണ BJPക്ക് കിട്ടുകയാണെങ്കിൽ, കാരണം മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ച ആ സമയത്ത് 34,000 വോട്ട് നഗരത്തിൽ നിന്ന് മാത്രം BJPക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും സി കൃഷ്ണകുമാറിന് ഈ നഗരപരിധിയിൽ നിന്നൊരു 36,000 വോട്ടൊക്കെ ലഭിക്കുകയാണെങ്കിൽ പിന്നെ വിജയം അനായാസം തന്നെ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പിരായിരിയാണ് അടുത്തതുള്ളത്. പിരായിരി ഈ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ 70.1 പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 5%. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിരായിരിയിൽ കോൺഗ്രസിനുള്ളിലെ വലിയ പടലപ്പിണക്കങ്ങൾ, പൊട്ടിത്തെറികൾ, പ്രത്യക്ഷ എതിർപ്പുകളൊക്കെ പുറത്തു വന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ പിരായിരി. തീർച്ചയായും പിരായിരിയിലാണ്. പിരായിരിയിലെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെ ഭർത്താവായ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഷാഫി പറമ്പിലിൻ്റെയും മറ്റും ഏകാധിപത്യമാണെന്നും മറ്റുമെല്ലാം പറഞ്ഞ് രംഗത്ത് വരികയും അവിടെ നിന്നും അവർ ഇത്തരത്തിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏത് തരത്തിൽ വരും എന്നുള്ളത് കാരണം ഇത്തരത്തിൽ ഈ UDFൽ വിയോജിപ്പുള്ള ഒരുപാട് ആളുകൾ ഈ പിരായിരിയിലുണ്ട്. പിരായിരി എല്ലാ കാലത്തും അവരുടെ ശക്തി കേന്ദ്രമാണെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പിരായിരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും 6,000 വോട്ട് വീതമാണ് ഉള്ളത്. അതായത് BJPക്ക് 6,000 വോട്ടുകളുണ്ട്, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് 6,000 വോട്ടുണ്ട്, UDFന് 12,000 വോട്ടുണ്ട്. പക്ഷേ 12,000 എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ 6,000 വോട്ടും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ 6,000 വോട്ടും അങ്ങനെയാണ് ഈ അവിടെ ഒരു 12,000 വോട്ട് UDFന് സാധാരണ ലഭിക്കാറുള്ളത്. പക്ഷേ ഈ 12,000 വോട്ടിലൊരു വിള്ളൽ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് ഒന്ന്. അപ്പം തന്നെ മാത്തൂരും കണ്ണാടിയും ഇത് രണ്ടും CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇതിൽ കണ്ണാടി പഞ്ചായത്തിൽ 8.11% കുറവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണാടിയിൽ ഇടതുപക്ഷത്തിന് നല്ല ക്ഷീണമുണ്ടാകും എന്നുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അത് സ്വാഭാവികമായിട്ടും BJPക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ മാത്തൂർ പഞ്ചായത്തിലും. ശരി, അരുണിലേക്ക് മടങ്ങിയെത്താൻ അവസാന നിമിഷം അവിടെ ചില ധ്രുവീകരണ കളികളൊക്കെ LDFൻ്റെയും ഒപ്പം UDFിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് SDPIയുടെ കാല് പിടിച്ചു എന്നൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ CPM തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. വളരെ വേഗം നമുക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിന് ശേഷം നമുക്ക് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഗൗതം തരാണ്. ഗൗതം, ജാർഖണ്ഡൊപ്പം മഹാരാഷ്ട്ര, ഈ രണ്ട് സംസ്ഥാനങ്ങളെയും ഒരു ചരിത്രം പരിശോധിച്ചാൽ വലിയ സ്വാധീനം ദേശീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ മഹാരാഷ്ട്ര. എന്നാൽ ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ പാർട്ടികളിലേക്ക് വരുമ്പോൾ അവിടെ BJPക്കാണ് അല്പം അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിന് കാര്യമായ വേരോട്ടം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം ജാർഖണ്ഡിൽ? ആദ്യം നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോയാൽ 4 പ്രാദേശിക പാർട്ടികൾ, അത് ശിവസേനയും ഒപ്പം NCPയും രണ്ടായി പിളർന്ന് 4 പ്രാദേശിക പാർട്ടികൾക്ക് നിർണായകമായ റോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്താം? വളരെ വേഗം. ഉമേഷ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ മഹാരാഷ്ട്രയിൽ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയിലെ പ്രാദേശിക കക്ഷികൾ, ഒന്ന് ശിവസേനയും മറ്റൊന്ന് NCPയും. നമുക്കറിയാം ഈ 2 പാർട്ടികൾക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം എന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനപ്പുറം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആദ്യ ഘട്ടങ്ങളിൽ, അതായത് മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം പിന്നീട് കോൺഗ്രസിന് തടയിട്ടുകൊണ്ട് പിന്നീട് അവിടെ ഒരു മുഖ്യമന്ത്രി വരുന്നുവെങ്കിൽ അതൊന്ന് NCPയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ശരത് പവാറും മറ്റൊന്ന് ബാൽ താക്കറെ രൂപീകരിച്ച ശിവസേനയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർ ജോഷിയുമാണ്. അതായത് സൂചിപ്പിച്ചു വന്നത് കോൺഗ്രസിനപ്പുറത്തേക്ക് മഹാരാഷ്ട്രയിൽ ആദ്യം വളർന്നു വന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികൾ NCPയും ശിവസേനയും, ആ 2 പാർട്ടികളും നടുവെ പിളർന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത്. ശിവസേന നമുക്കറിയാം കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് BJPക്ക് ഒപ്പമായിരുന്നു, അല്ലെങ്കിൽ 90കളുടെ ആദ്യം മുതൽ തന്നെ ബാലാസാഹിബ് താക്കറെയുടെ കാലഘട്ടത്തിൽ BJPയുമായി സഖ്യം ചേർന്ന ശിവസേന പിന്നീട് ഒരിക്കൽ പോലും ആ ഒരു അഭേദ്യമായ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ശിവസേന ബാലാസാഹിബ് താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുടെ കാലഘട്ടത്തിൽ എന്തിനെയാണോ ബാൽ താക്കറെ ഏറ്റവും കൂടുതൽ എതിർത്തത്, നമുക്കറിയാം ബാൽ താക്കറെ എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ദസറ സന്ദേശത്തിലാണെങ്കിലും അദ്ദേഹം ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയോ അതല്ലെങ്കിൽ നെഹ്റു കുടുംബമോ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ
എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിച്ച ബാൽ താക്കറെയുടെ അതേ മകൻ തന്നെ പിന്നീട് BJP ബന്ധം വിച്ഛേദിച്ച് കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ ചരിത്രത്തിനൊക്കെ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ്. അതേ തുടർന്ന് ശിവസൈനികർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ വികാരം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കടിഞ്ഞാണിൽ കൊണ്ടുപോയി ശിവസേനയെ പോലൊരു പ്രസ്ഥാനത്തെ കെട്ടിയതിൽ ശിവസേനയിലെ ലക്ഷക്കണക്കിന് വരുന്ന ശിവസൈനികർ എതിർക്കുകയും തുടർന്നാണ് താനെയിൽ നിന്നുള്ള മറ്റൊരു നേതാവ് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ മറ്റൊരു ശിവസേന രൂപപ്പെടുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും അതാണ് യഥാർത്ഥ ശിവസേന എന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ചരിത്രമാണ്. അങ്ങനെ ശിവസേന രണ്ടായി പിളർന്ന ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ NCPയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്ന പാർട്ടി NCP, ശരത് പവാറും അജിത് പവാറും സുപ്രിയ സ്വലയുമൊക്കെ നയിച്ചിരുന്ന NCP പിന്നീട് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥ NCPയിൽ നിന്നും പിളർന്ന് ഭൂരിപക്ഷം MLA-മാരെയും വഹിച്ചുകൊണ്ട് NDAയുടെ ക്യാമ്പിലേക്ക് എത്തുന്നു. എന്നാൽ ഭൂരിപക്ഷം MLA-മാരും MP-മാരും അജിത് പവാറിനൊപ്പമാണ്, ഭൂരിപക്ഷം അണികളും അജിത് പവാറിനൊപ്പമാണെന്ന് കണ്ടെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും യഥാർത്ഥ NCPയും NCP പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള ക്ലോക്കും അജിത് പവാറിന് നൽകുന്നതും ചരിത്രമാണ്. അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികൾ നടുവെ പിളർന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഈ തവണത്തെ ഏറ്റവും വലിയ സവിശേഷത. അതായത് ജനങ്ങളുടെ മാൻഡേറ്റ് ആർക്കാണ്, യഥാർത്ഥ ശിവസേനയായി മഹാരാഷ്ട്രയുടെ ജനമനസ് ആരെയാണ് അംഗീകരിക്കാൻ പോകുന്നത്, യഥാർത്ഥ NCPയായി ആരെ പൊതുസമൂഹം അംഗീകരിക്കുന്നു എന്നതിന്റെ കൃത്യമായ വിലയിരുത്തലാകും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാളെ വരാൻ പോകുന്ന ഫലം. അതേസമയം സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ BJP ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു ഭാഗത്ത് ഈ പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള അടിപിടികൾ അത് ആ ഭാഗത്തൂടെ നടക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ BJP തന്നെയാണ്. അത് കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 105 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ കക്ഷിയായത് BJP ആയിരുന്നു. എന്നാൽ ശിവസേന ഈ BJP ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം പോയതോടുകൂടിയാണ് അവിടെ ദേവേന്ദ്ര ഫട്നാവിസിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത പശ്ചാത്തലമുണ്ടായത്. എന്നാൽ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപോലെ വിരൽ ചൂടുന്നത് മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാർ വരും എന്നത് തന്നെയാണ്. BJPക്ക് കൃത്യമായ മാൻഡേറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. അതിനാൽ നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും സമ്പന്നവും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ വാണിജ്യ തലസ്ഥാനമടങ്ങുന്ന മുംബൈയും ഒക്കെ വരുന്ന, അതല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSSന്റെ ആസ്ഥാനം വരുന്ന നാഗ്പൂരും ഒക്കെ അടങ്ങുന്ന മണ്ണാണ് മഹാരാഷ്ട്രയുടേത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ വേരുകളുള്ള VD സവർക്കറുടെയും ഛത്രപതി ശിവജിയുടെയും മണ്ണാണ് മഹാരാഷ്ട്ര. അങ്ങനെയുള്ള മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും ദേശീയ രാഷ്ട്രീയം വളരെയധികം ഉറ്റുനോക്കുന്നുവെന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഉമേഷ്, യെസ്, ഗൗതം മടങ്ങിയെത്ത ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ പാലകൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയസൂര്യൻ, ഈ ശരത് പവാർ ഒപ്പം ഉദ്ധവ് താക്കറെ, ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഭാവി നിർണയം കൂടിയാവില്ലേ മഹാരാഷ്ട്രയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം? തീർച്ചയായിട്ടും ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരികയും വളരെ ശക്തമായി NCP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സൃഷ്ടിച്ച് ഇന്ത്യയിലെമ്പാടും വലിയ കോളിളക്കം ഉണ്ടാക്കിയ വമ്പൻ നേതാവാണ്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് അദ്ദേഹം അവസാനിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ NCPയിലെ നെടുകെ പിളർപ്പുണ്ടായി. ആ പിളർന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനോടൊപ്പം ഉണ്ട് എങ്കിൽ പോലും ജനകീയ അടിത്തറ അദ്ദേഹത്തിന് അത്ര ഉണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അതേപോലെ തന്നെ ഉദ്ധവ് താക്കറയുടെ കാര്യത്തിലും ശിവസേനയുടെ പിളർപ്പിന് ശേഷം യഥാർത്ഥ ശിവസേന ഏത് എന്നും യഥാർത്ഥ NCP ഏത് എന്നും വ്യക്തമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. പക്ഷേ ഇവിടെ വികാസ് അഘാഡി വളരെ പിന്നിലാണ് എന്നും ജനപിന്തുണയുടെ കാര്യത്തിൽ മഹായുദ്ധിയാണ് മുന്നിലെന്നും എല്ലാ സർവേകളും പറയുമ്പോൾ അത് കേവലം ഒരു സർവേ റിപ്പോർട്ട് മാത്രമല്ല എന്ന് നമുക്ക് വ്യക്തമാകും. അതായത് സംഘടനാ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായ മുന്നേറ്റം, അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയോട് ഒപ്പം നിൽക്കുന്നതായ ശിവസേന ഇന്ന് ഭരണത്തിലിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ആനുകൂല്യം, രാജ്യമെമ്പാടും വന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയം പരിവർത്തനത്തിന്റെ ഭാഗം, മഹാരാഷ്ട്രയിലെ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും ഈ സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നതായ ആനുകൂല്യം, മോദി സർക്കാരിന്റെ ക്രിയാത്മകമായ കർമ്മ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മഹാരാഷ്ട്രയിൽ നേടാൻ കഴിഞ്ഞ വിജയം, ഇതിന്റെ എല്ലാം മാറ്റൊരുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയില് മഹായുദ്ധിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വാട്ടർലൂ ആവാനുള്ള സാധ്യതയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ.
അതായത് മഹാരാഷ്ട്രയിൽ ഇനി NDAയുടെ കാലഘട്ടമാണ് എന്ന് നിസ്സംശയം പറയാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത്. യെസ്, അങ്ങനെയെങ്കിൽ അതിനോടൊപ്പം ശരത് പവാറിൻ്റെയും ഉദ്ധവ് താക്കറെയുടെയും ഒരു നഷ്ടത്തിനോടൊപ്പം കോൺഗ്രസിനും കാര്യമായ നഷ്ടം അവിടെ സംഭവിച്ചേക്കാമെന്നൊരു വിലയിരുത്തൽ കൂടി ഈ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഉദ്ധരിച്ച് പറയേണ്ടി വരും. എസ് ദീപ അനിൽ കൂടി ചേരുന്നുണ്ട്, കോൺഗ്രസ് പ്രതിനിധി. ദീപ, ഈ മഹാരാഷ്ട്രയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഈ ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ അവിടെ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന ഇടങ്ങളിലൊക്കെ കോൺഗ്രസ് അല്ലാതെ കയറി വന്ന എൻ സി പി അവിടെ പിളർന്ന് രണ്ടാകുന്നു. ഒപ്പം ശിവസേനയെ കൂട്ടുപിടിക്കാനുള്ള ശ്രമം ശിവസേന തന്നെ രണ്ടായി പിളരുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളും ഒപ്പം ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയും ഒക്കെ എങ്ങനെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സഖ്യമായ മഹാവികാസ് അഘാടി സഖ്യം തീർച്ചയായിട്ടും അവിടെ വലിയ ഒരു മാറ്റം കൊണ്ടുവരും, വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോകുന്നു. നമ്മളിപ്പോ ഹരിയാനയിലൊക്കെ ഇപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് നമ്മൾ ഹരിയാനയിലെയും ഒക്കെ ഫലങ്ങൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. പലപ്പോഴും ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങള് എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് സാധാരണയായിട്ട് വരാറുള്ളത് ഇപ്പൊ കുറെ കാലങ്ങളിലായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകരോടുള്ള മോദി സർക്കാരിന്റെ നയം അതൊക്കെ തന്നെ ഈ മഹാരാഷ്ട്രയില് വലിയ ഒരു രീതിയിൽ ഒരു തിരിച്ചടി ഈ BJP സഖ്യകക്ഷികൾക്ക് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. NDA സഖ്യകക്ഷികൾക്ക് ഉണ്ടാവും എന്നുള്ളതിന് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തന്നെ ആയാലും മഹാരാഷ്ട്രയിൽ ആദ്യം മുതൽ തന്നെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം മുതൽക്ക് തന്നെ ചിട്ടയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, റിസൾട്ട് നാളെ വരുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, നമുക്ക് വളരെ വേഗം വന്ന വയനാടേക്ക് പോകാം. വയനാട് നിന്ന് അർജുൻ തയ്യാറാണ്, ശേഷം അതിലേക്ക് മടക്കാത്ത അർജുൻ. വയനാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹാരാഷ്ട്രയ്ക്കും ജാർഖണ്ഡിനും ഒപ്പം എടുത്തു പറയേണ്ടത്, കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചയാകുന്ന മണ്ഡലങ്ങളായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നതാണ് വയനാട്. രാഹുലിൻ്റെ സാന്നിധ്യം, ഇപ്പോൾ രാഹുൽ പോയപ്പോൾ പ്രിയങ്കയുടെ സാന്നിധ്യം, ഇത് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകുന്ന മണ്ഡലമാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും അവിടെ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വയനാട് തൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ രാഹുൽ അവിടെ നിന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ തനിക്കൊരു സീറ്റ് കിട്ടുമ്പോൾ വയനാടിനെ ഉപേക്ഷിച്ച് അവിടേക്ക് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം, വികസന മുരടിപ്പെന്ന് ഉയർന്നു വരുന്ന വലിയൊരു ആരോപണം, മനുഷ്യ വന്യജീവി സംഘർഷം, ഇതിലൊന്നും പരിഹാരം കാണാൻ കഴിയാത്ത സാഹചര്യം, ഒരു MP എന്ന നിലയിൽ കഴിഞ്ഞ ഈ ആദ്യ ടൈമിൽ രാഹുൽ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാമർശം, അതിനുശേഷം രാഹുൽ ജയിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയാൽ വയനാടിൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കും വിധി എഴുതിയിട്ടുണ്ടാകുക? തീർച്ചയായും ഉമേഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. കഴിഞ്ഞ തവണ വിജയിച്ചെങ്കിലും പിന്നീട് റായ്ബറയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു ജനവികാരം തന്നെയായിരുന്നു ഇത്തവണ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് പറയാം. അതായത് ഈ ശതമാനം, പോളിംഗിന്റെ ശതമാനം തന്നെ 64.95% പോളിംഗ് ഉണ്ടായിരുന്നത്. രാഹുൽ പോയെങ്കിലും പകരം സഹോദരി പ്രിയങ്ക ഇവിടെ മത്സരിച്ചു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ചലനവും ഈ വയനാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഈ പോളിംഗ് കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് NDAക്കുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ അത്തരത്തിൽ തന്നെയായിരുന്നു. ആ പോളിംഗ് കുറഞ്ഞു വരുമ്പോൾ തങ്ങൾക്ക് ഈ ഒരു വോട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ 1 ലക്ഷത്തിലധികം വോട്ടാണ് ഇവിടെ നേടിയത്. അത്തരത്തിൽ 1,41,045 വോട്ട് സുരേന്ദ്രൻ നേടിയിരുന്നു. അത് 2019 തുഷാർ മത്സരിച്ചപ്പോൾ, അതായത് NDAക്ക് വേണ്ടി തുഷാർ മത്സരിച്ചപ്പോൾ 72,816 ആയിരുന്നു. അതാണ് പിന്നീട് 1 ലക്ഷത്തിലധികം വോട്ടുകളായിട്ട് മാറിയത്. പക്ഷേ 2019 രാഹുൽ വന്നപ്പോൾ, അത് ആദ്യമായി രാഹുൽ വയനാട്ടിൽ വരുന്നു. അതിന്റെ ഒരു സാഹചര്യത്തിൽ രാഹുലിന് കിട്ടിയത് 7,63,067 വോട്ടാണ്. അതാണ് പിന്നീട് 2024 എത്തിയപ്പോഴേക്കും 6,74,445 വോട്ടായി ചുരുങ്ങിയത്. അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഈ പോളിംഗ് കുറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു UDF ക്യാമ്പിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് പോളിംഗ് കുറയുമ്പോൾ തങ്ങൾക്ക് ഈ വോട്ടിംഗ് ശതമാനം കുറയുമെന്നും ഇത്തവണ അതിനെ അപേക്ഷിച്ച് തന്നെ തങ്ങൾക്കൊരു പരാജയം ഉണ്ടാകുമെന്നുള്ള ഒരു ഭീതി കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ NDA ക്യാമ്പിനുമുണ്ട്. അതായത് ഇത്തരത്തിൽ പോളിംഗ് കുറയുന്നത് തങ്ങൾക്ക് അനുകൂലമാകും. മാത്രമല്ല നല്ലൊരു സ്ഥാനാർത്ഥി, മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു, സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരിക്കുന്ന പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിനുള്ളത്. മാത്രമല്ല അതിലുപരി LDFന്റെ ഇത്തവണത്തെ ഒരു പ്രചാരണം എന്ന് പറയുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ അത്ര CPI പ്രവർത്തകനായിട്ടുള്ള ഇദ്ദേഹത്തെ നിർത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി
നേരിടേണ്ടി വരുമെന്ന ഒരു ആശങ്കയിലാണ് LDF ഉള്ളത്. കാരണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സത്യമുഖേരി അടക്കം നിർത്തിക്കൊണ്ട് ഇവിടെ പ്രചാരണം ഒരു കൊഴുപ്പിക്കാൻ വേണ്ടി LDF സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സത്യമുഖേരിയുടെ ഒരു പോസ്റ്റർ പോലും CPIയുടെ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ്, യാതൊരു വിധത്തിലുള്ള ഒരു പോസ്റ്റർ പോലും കാണുവാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കൃത്യമായി തന്നെ വ്യക്തമായി UDFനെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയെന്നടക്കമുള്ള ഒരു ആരോപണം NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അത് തീർച്ചപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് LDF ക്യാമ്പിന്റെ ഭാഗത്തും ഉണ്ടായത്. മാത്രമല്ല UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവരുടെ വോട്ടിംഗ് ശതമാനം വളരെ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. വോട്ട് ചെയ്യാനെത്തിയ ആളുകളുടെ എണ്ണം കോൺഗ്രസിന്റെ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞതും വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് UDF ക്യാമ്പിന് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ തന്നെയും രാഹുലിനെതിരെയുള്ള ഒരു ജനവികാരമായിട്ടാണ് വയനാടൻ ജനത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിധി എഴുതുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് NDA ക്യാമ്പിനുള്ളത്. കാരണം കഴിഞ്ഞ തവണ വിജയിച്ചു, വയനാട്ടിൽ വിജയിച്ചു, റായ്ബറേലിയിൽ വിജയിച്ചു. എന്നാൽ റായ്ബറേലിൽ മത്സരിക്കുന്ന കാര്യം ആദ്യം വയനാട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. പിന്നീട് തുടർന്ന് 2 സ്ഥലത്തും വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് റായ്ബറേലിൽ തെരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനെതിരെയുള്ള ഒരു ജനവികാരം തന്നെയാണ് പിന്നീട് ഇത്തവണത്തെ പോളിംഗ്, അല്ലെങ്കിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2019 2024 എത്തുമ്പോഴാകട്ടെ എല്ലാ തവണയും ഒരേ വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്നത്. കാരണം മെഡിക്കൽ കോളേജ് വലിയ ഒരു പ്രതീക്ഷയോടെയാണ് ഒരു മെഡിക്കൽ കോളേജിനെ വയനാട്ടുകാർ നോക്കിക്കണ്ടത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഇല്ല. സാധാരണ ഒരു ഹോസ്പിറ്റൽ, ഒരു ജില്ലാ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്. ഇടപെടുകയാണ്, സമയക്കുറവുണ്ട്, വളരെ വേഗം മടങ്ങിയെത്താൻ. നമുക്ക് ചേലക്കരയുടെ പോകേണ്ടിയിരിക്കുന്നു. ആനന്ദ് കൂടിയാണ്. ആനന്ദ്, ചേലക്കര ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കര ഏറെ ശ്രദ്ധേയമായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. NDA ക്യാമ്പിന് നൽകുന്ന വലിയൊരു പ്രതീക്ഷ, അവിടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ അതൊരു മേൽക്കൈ കിട്ടുന്നുണ്ട്. അങ്ങനെ ചേലക്കര ഈ തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമാകുമെന്ന വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തെരഞ്ഞെടുപ്പ് ദിവസം വരെ അവിടെ ചിലവഴിച്ചൊരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് എങ്ങനെ വിലയിരുത്താം ആനന്ദ ചേലക്കരയുടെ മനസ്സ്? ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ഇടത് കോട്ടയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഓരോ തെരഞ്ഞെടുപ്പിലെയും ഇടതുപക്ഷത്തിന്റെ വോട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു കോട്ടയിൽ കാര്യമായിട്ടുള്ള ഒരു വിള്ളൽ വന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2021 കെ രാധാകൃഷ്ണൻ ഏതാണ്ട് 39,846 വോട്ടുകൾക്കാണ് ആ മണ്ഡലത്തിൽ, ആ നിയോജക മണ്ഡലത്തിൽ ജയിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇതേ കെ രാധാകൃഷ്ണന് കേവലം 5000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം മാത്രമാണ് ആ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ കനത്ത തിരിച്ചടി, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള അടിസ്ഥാന വോട്ടുകളിൽ കാര്യമായിട്ടുള്ള ഒരു വിള്ളലുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന ഉള്ളത്. നമ്മൾ BJPയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2011 കേവലം 7600 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന BJP 2021 എത്തുമ്പോൾ ഏതാണ്ട് 21,000-ലധികം വോട്ടുകളിലേക്ക് അത് വർദ്ധിക്കുന്നു. അതായത് 3 ഇരട്ടിയിലേക്ക് ഒരു വർധനവ് 10 വർഷത്തിനകത്ത് ഉണ്ടാവുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 29,000-ഓളം വോട്ട്, 28,922 വോട്ടുകളാണ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്. തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 27,000-ഓളം വോട്ട് പിടിക്കുന്നു. ഏറ്റവും അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 36,000-ഓളം വോട്ടുകളാണ് BJPക്ക് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് മാത്രം പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ഒരു നിയോജക മണ്ഡലമാണ്. ഈ സുരേഷ് ഗോപിയുടെ ഒരു വലിയ വിജയം കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം മണ്ഡലത്തിൽ നൽകുന്നുണ്ട്. ആ ഒരു അട്ടിമറി ചേലക്കര മണ്ഡലത്തിലും ആവർത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP തുടക്കം മുതൽ തന്നെ പ്രചാരണം നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കെ ബാലകൃഷ്ണനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. വളരെ ജനപ്രിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ചേലക്കര മണ്ഡലത്തിലെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. അതിൽ ഒരു തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അതായത് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ചേർന്നുകൊണ്ട് അത്തരത്തിൽ ഈ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു വികാരം പൊതുവെ ആ മണ്ഡലത്തിലുണ്ട്. അത്തരത്തിൽ സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ഒരു വോട്ട് വർധനവ് ഏതാണ്ട് ഒരു 15,000-ഓളം വോട്ടുകൾ കൂടി കൂടുതൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും BJP ചേലക്കര പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിന് ഒരു പ്രത്യേക കാരണമായി BJP പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതാണ്ട് 10,340-ഓളം വോട്ടുകളാണ് മണ്ഡലത്തിൽ ചേർത്തിട്ടുള്ളത്. അതിൽ 7,500-ഓളം വോട്ടുകൾ BJP ആണ് ചേർത്തിട്ടുള്ളത് എന്നാണ് BJP അവകാശപ്പെടുന്നത്. അതായത് BJPയുടെ ഉറച്ച വോട്ടുകളാണ്, യുവാക്കളുടെ വോട്ടുകളാണ്. അത് തീർച്ചയായിട്ടും BJPയുടെ പെട്ടിയിൽ വീഴുമെന്ന് തന്നെയാണ് BJPയുടെ ക്യാമ്പിന്റെ പ്രതീക്ഷ. UDFന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ രമ്യ ഹരിദാസാണ് UDFന്റെ സ്ഥാനാർത്ഥി.
തുടക്കം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ കാര്യമായിട്ടുള്ള ഒരു കല്ലുകടി മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന AICC അദ്ദേഹം ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. DMKയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഈ തരത്തിലേക്ക് ഈ കോൺഗ്രസിൽ തുടക്കം മുതൽ തന്നെ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും ഒരു വലിയ എതിർപ്പുണ്ട്. അപ്പോൾ ഈ തലത്തിൽ ഈ കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള കല്ലുകടിയും ഇടതുപക്ഷത്തിന്റെ ഈ ഒരു തളർച്ചയും കൃത്യമായിട്ട് ഒരു വോട്ടാക്കി മാറ്റാം. ഇതെല്ലാം ഈ സ്വിംഗ് വോട്ടുകൾ കൃത്യമായിട്ട് BJPയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവിടുത്തെ BJP ക്യാമ്പ്. മാത്രമല്ല ഈ സംസ്ഥാന നേതാക്കൾ നേരിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പ്രധാനമായും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ചേലക്കരയിൽ ഇത്തവണ പെട്ടിപൊട്ടുമ്പോൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. യെസ്, നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോയാൽ പ്രജിത്തുണ്ട്. പ്രജിത്ത, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അത് പലപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലുകളാണോ എന്ന ചോദ്യത്തിന് പലപ്പോഴും CPM നേതാക്കന്മാർ കൃത്യമായ മറുപടി പറയാറില്ല. ചിലയിടങ്ങളിൽ അത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്നൊക്കെ പറയുമ്പോൾ ചിലയിടങ്ങളിൽ അത് അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു. ഒരു ഭയം ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. അത് പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉയർന്നു വന്ന വഖഫ് കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സർക്കാരിനെതിരെ ഉയർന്ന മറ്റ് ആരോപണങ്ങൾ, ഇതൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആകുമോ? ആകെ പ്രതീക്ഷയുള്ളത് ചേലക്കര മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് LDF ക്യാമ്പിന്. അവർ പോലും അവകാശപ്പെടുന്നത് മാത്രമാണ്. അവിടെ പോലും ഒരു തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ LDF ക്യാമ്പിന് കഴിയുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ തിരിച്ചടി ആകുമോ എന്ന ചോദ്യത്തിൽ, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് CPM എത്തിയിരിക്കുന്നത്? ഉപേക്ഷ, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ രണ്ട് രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളാണ് മുന്നിൽ വയ്ക്കുന്നത്. ഒന്ന്, BJPയുടെ ഒരു വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ 2026 എത്തുമ്പോഴത്തേക്കും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP വരുത്തിയ വലിയ മുന്നേറ്റമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഒരു വൺ ടൈം വണ്ടർ അല്ല എന്നുള്ളതൊരു ആധികാരികമായ തെളിവ് കൂടിയായി പാലക്കാട് മാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അതിന്റെ ചുവട് പിടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാവുന്ന ആത്മവിശ്വാസത്തിൽ BJP ഉണ്ട്. അതിന് ഒരു സാധൂകരിക്കാവുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 മുതൽ കേരള നിയമസഭ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPMനെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത്തവണ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ, അദ്ദേഹത്തിന്റെ മകൾക്കെതിരായ ആരോപണങ്ങൾ, പിന്നീട് വന്ന PR വിവാദമടക്കം മലപ്പുറം പരാമർശം തുടങ്ങി ഒട്ടനവധി വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഈ വിവാദങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് PV അൻവറുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഒടുവിൽ ഇപ്പോൾ പാലക്കാടുമൊക്കെ ഉയർന്നിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വന്ന EP ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥാ ബോംബ്, അങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും അധികം ശ്രദ്ധ നൽകിയത് ചേലക്കര മണ്ഡലത്തിലാണ്. കാരണം മറ്റ് മണ്ഡലങ്ങളിൽ നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധയും സമയവും മുഖ്യമന്ത്രി ചേലക്കരയിൽ നൽകിയിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ LDF പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് നിലവിൽ ചേലക്കര മാത്രമാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ BJP ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം പാർട്ടി കാണുന്നുണ്ട്. ആദ്യഘട്ടത്തെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ അങ്ങനെ ഒരു അപകടം മണത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് ചേലക്കരയിലേക്ക് ഇറങ്ങുന്നത്. മുഖ്യമന്ത്രിക്ക് 2026 ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കണമെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് അത്തരം ഒരു അനുകൂല നിലപാടുണ്ടാകണമെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി CPMൽ ഉണ്ടാകുന്ന ആഭ്യന്തര കലകവും പ്രശ്നങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ 2026 തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് പിണറായി വിജയൻ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം ഏറ്റവും അല്ലെങ്കിൽ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വർഷങ്ങളായി CPM രാഷ്ട്രീയം ഒക്കെ നിരീക്ഷിക്കുന്നവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണുന്ന പിണറായി വിജയൻ ആയിരിക്കില്ല ഈ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടെ ഉണ്ടാകുക എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് കാരണം മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശൈലികളാണെന്നുള്ള വിമർശനം പാർട്ടി ഘടകങ്ങളിൽ നിന്ന് വരെ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടായി. സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തിന്, സർക്കാരിൻ്റെ ശൈലി മാറ്റത്തിന് ഭരണത്തിൽ CPM പാർട്ടി കൂടുതൽ ഇടപെടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പിലായില്ല എന്നുള്ള ബോധ്യം CPM ഘടകങ്ങൾക്കുണ്ട്. CPM പ്രത്യേകിച്ച് ഈ സമ്മേളന കാലയളവിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതിന് മുൻപ് നടന്ന വിമർശനങ്ങളുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ചേലക്കര കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇത്ര വലിയ സജീവമായിട്ടുള്ള പ്രചരണം നടത്തുന്നത്. പക്ഷേ അവിടെ മുഖ്യമന്ത്രിക്ക് തിരിച്ചടി സൃഷ്ടിക്കുക, BJP പിടിക്കുന്ന ഓരോ വോട്ടുകളായിരിക്കും. ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPM ക്യാമ്പുകളിലും LDF ക്യാമ്പുകളിലും ഒരു ആശങ്ക പടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് UDF-ഉം LDF-ഉം ഒരേപോലെ പ്രതിരോധത്തിൽ
പ്രതിഷേധത്തിൽ നിൽക്കുന്ന സാഹചര്യം ചേലക്കരയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിക്കുന്ന വികാരം. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രാഷ്ട്രീയ വിലയിരുത്തലുമായി അതിഥികൾ തയ്യാറാണ്. അതിന് മുമ്പ് വളരെ വേഗം ഡൽഹിയിലേക്ക് ഒന്നുകൂടി പോകേണ്ടിയിരിക്കുന്നു. ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സ്ഥിരതയാർന്ന ഒരു സർക്കാരിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ട്, അല്ലെങ്കിൽ സ്ഥിരതയായ ഒരു സർക്കാർ നിലനിൽക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടൊരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. എന്നാൽ അവിടെ BJPയുടെ സർക്കാരാണ് ആദ്യമായി അത്തരത്തിലൊരു ഒരു പ്രതിസന്ധി മറികടന്ന് എത്തുന്നത്. പിന്നീട് ഇപ്പോൾ JMM എത്തുന്നു. അങ്ങനെ മാറി മറിയുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. പിന്നോക്ക വിഭാഗങ്ങൾ, വനവാസി വോട്ടുകൾ ഏറെ നിർണായകമാവുന്ന ജാർഖണ്ഡ്. എങ്ങനെയായിരിക്കും ജാർഖണ്ഡിന്റെ മനസ്സ്? എക്സിറ്റ് പോളുകളെ ശരിവെക്കുന്ന തരത്തിലേക്ക് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? ഗൗതം, വളരെ വേഗം. ഉമേഷ്, എക്സിറ്റ് പോളുകളും അതിന് മുൻപ് നടന്ന അഭിപ്രായ സർവേകളുമെല്ലാം ജാർഖണ്ഡിൽ BJP 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണം തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ജാർഖണ്ഡിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. കാരണം മുഖ്യമന്ത്രി തന്നെ അഴിമതി കേസിൽ ജയിലിൽ പോകുന്നു. മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കകത്ത് തന്നെ ഹേമന്ത് സോറനും അതുപോലെ തന്നെ ഹേമന്ത് സോറന്റെ പത്നി കൽപ്പന സോറൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ പാളയത്തിൽ പടയുണ്ടായി. അതിന്റെ ഭാഗമാണ് ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ വളരെ മുതിർന്ന നേതാവായിട്ടുള്ള ചമ്പായി സോറനും കൂട്ടരും അടുത്ത കാലത്ത് BJPയിലേക്ക് എത്തിയതുമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഭരണകക്ഷിക്കകത്ത് തന്നെ സർക്കാരിനോട് വലിയ അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഇന്ത്യ മുന്നണി നേരിടുന്നു എന്നത് വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശും എന്ന് തന്നെയാണ് പൊതുവെ ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ സാധിക്കുന്നത്. അതിനാൽ മുഖ്യ പ്രതിപക്ഷമായ BJP അത് കൃത്യമായി തന്നെ കഴിഞ്ഞ 5 വർഷം ജാർഖണ്ഡ് മുക്തി മോർച്ച സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങളും ക്രമക്കേടും കെടുകാര്യസ്ഥിതിയും ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണം BJP നടത്തി. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ കൂടി ജാർഖണ്ഡിൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവ ചർച്ചയായിരുന്നു. ഒന്ന്, ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം എങ്ങനെയാണ് ജാർഖണ്ഡിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ദോഷമുണ്ടാക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP തുടക്കമിട്ടിരുന്നു. പ്രത്യേകിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് BJPയുടെ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിന്റെ സഹപ്രഭാരി. അതിനാൽ തുടർച്ചയായി ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അസോമിൽ നിന്നും ജാർഖണ്ഡിലേക്ക് എത്തിയ ഹിമന്ത ബിശ്വ ശർമ്മ ഈ കുടിയേറ്റം അസം വഴി ജാർഖണ്ഡിലേക്ക് എത്തുന്നുവെന്നും അതിനാലാണ് ജാർഖണ്ഡിലെ വനവാസി സമൂഹത്തിന്റെയും അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിന്റെയും പോപ്പുലേഷനിൽ ഗണ്യമായ കുറവ് വരുന്നത് എന്ന് കൃത്യമായ ഈ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലുള്ള നേതാക്കൾ നടത്തിയിരുന്നു. അതൊരു വസ്തുതയുമാണ്. കാരണം ഹിന്ദു ജനസംഖ്യ 69% ജാർഖണ്ഡിൽ കുറയുകയും മുസ്ലിം ജനസംഖ്യ അവിടെ ക്രമാതീതമായി ഉയരുകയും ഒക്കെ ചെയ്യുന്ന വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാമൂഹികമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഇത് രണ്ടും കൂടിയാകുമ്പോൾ BJPക്ക് അവിടെ രാഷ്ട്രീയമായി അത് ഗുണം ചെയ്യുന്നു എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ജാർഖണ്ഡ് മുൻകാലത്ത് 2000-ൽ ആ സംസ്ഥാനം AB വാജ്പേയിയുടെ കാലത്താണ് രൂപപ്പെടുന്നത്. അതിനുശേഷം പലതവണ സർക്കാരുകൾ മാറി മാറി വരികയും സ്വതന്ത്രൻ ഉൾപ്പെടെ അവിടെ മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ വലിയ വേലിയേറ്റങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. പക്ഷെ അവിടെ ഒരു സർക്കാർ ആദ്യമായി 5 വർഷം ഒരു മുഖ്യമന്ത്രി തുടർച്ചയായി ഇരുന്നത്, അതായത് 5 വർഷം പൂർത്തീകരിച്ചത് BJPയുടെ രഘുബർ ദാസ് ആണ്. ഇന്ന് അദ്ദേഹം ഒഡീഷയുടെ ഗവർണറാണ്. 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സുസ്ഥിരമായ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ BJPയുടെ രഘുബർ ദാസിന് സാധിച്ചിരുന്നു. അതല്ലാതെ ജാർഖണ്ഡിൽ ഒരു മുഖ്യമന്ത്രിക്കും 5 വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ സുസ്ഥിരമായ സർക്കാരിനായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന ആഹ്വാനത്തോടു കൂടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ അതേസമയം ഇന്ത്യ മുന്നണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരുദ്ധ വികാരത്തിന് പല കാരണങ്ങളുണ്ടായി. മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുന്നു, അഴിമതി ആരോപണങ്ങൾ ഉയരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിനകത്തും ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കകത്തും പോലും ഭരണത്തിനെതിരെ തുറന്നടിച്ച് നേതാക്കൾ രംഗത്തെത്തി. അതെല്ലാം വലിയ പ്രതിസന്ധിയായി അവർക്ക് മുന്നിലുണ്ട്. വളരെ നന്ദി ഗൗതം. നമുക്ക് അതിഥികളിലേക്ക് വിലയിരുത്തലിലേക്ക് പോകേണ്ടിയിരിക്കുന്നത് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മഹാരാഷ്ട്ര ആണെങ്കിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട്. അതിൻ്റെ അത്തരത്തോളം ശ്രദ്ധ നേടാനുണ്ടായ സാഹചര്യം അവിടെ തൃശ്ശൂരിന് ശേഷം BJP അക്കൗണ്ട് തുറക്കുന്ന സീറ്റായി മാറുമോ എന്ന ചർച്ചയാണ് പാലക്കാടിനെ വ്യത്യസ്തമാക്കുന്നത്. എങ്ങനെ വിലയിരുത്താം പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം? വളരെ വേഗം. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് സുപ്രധാനമായിട്ടുള്ളത്. പാലക്കാടിന്റെ വികസനം നേരിട്ട് നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലുള്ള വികസനവും നഗരസഭ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പഞ്ചായത്തുകളിലുള്ള വികസനവും വളരെ വ്യക്തമാണ്.
LDF-നും UDF-നും ഒക്കെ മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയുള്ള യാതൊരു സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും. അത് റോഡാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും നെൽകർഷകരുടെ നീറുന്ന പ്രശ്നങ്ങളാണെങ്കിലും അതിനൊന്നും പരിഹാരം കാണാനോ എന്തെങ്കിലും രീതിയിലുള്ള സമാശ്വാസം കൊടുക്കാനോ LDF-നും UDF-നും അവിടെ സാധിച്ചിട്ടില്ല. എന്നാൽ ദേശീയ തലത്തിൽ BJP ആവിഷ്കരിച്ച പല പദ്ധതികളും ജനങ്ങളിലേക്ക് നേരിട്ടെത്താൻ കഴിയുന്ന കിസാൻ സമ്മാൻ നിധി പോലെയും കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയുമുള്ള പദ്ധതികൾ, ഇൻഷുറൻസ് അടക്കം ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസം കൊടുക്കുന്ന പദ്ധതികളാണ്. ഇതൊക്കെ തന്നെ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാമല്ലോ. LDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് UDF-ൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് കടം കൊണ്ട സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതും, കഴിഞ്ഞ തവണ ഷാഫി പറമ്പലിനുണ്ടായിരുന്ന മുൻതൂക്കത്തിൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത അവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്ക് ഇത്തവണ അതേപടി പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഹിന്ദു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമോ എന്നുള്ളതും നമ്മൾ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഈ നമ്മുടെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് നിർണായകമായിട്ടുള്ള ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് മാറി ചിന്തിച്ചു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതായത് കേരളത്തിലെ ചേലക്കരയിലാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ക്രൈസ്തവ വോട്ടുകളുടെ ഇത്തവണത്തെ തീരുമാനം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് പാലക്കാട് വളരെ ചെറിയ ഒരു വിഭാഗമായേ ഉള്ളൂ, 10,000-ഓളം വോട്ടേ ഉള്ളൂ എങ്കിൽ പോലും ആ 10,000 വോട്ട് ക്രിസ്ത്യൻ വോട്ട് സംഘടിതമായി BJP-യിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി ഒരു മുന്നണിയെ മാത്രം പിന്തുണച്ചിരുന്ന അവസ്ഥ ഇന്ന് മാറിയിട്ടുണ്ട്. അത് 2 മുന്നണികളിലേക്ക് വീതിച്ചു പോകാനുള്ള സാഹചര്യമാണ് കൃത്യമായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് മുസ്ലിം വോട്ടുകളിൽ ഭിന്നതയുണ്ടാവുകയും അതേപോലെ ക്രിസ്ത്യൻ വോട്ട് BJP-യുടെ ഭാഗത്തേക്ക് മാറുകയും ഇന്ന് വോട്ടെടുപ്പിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന കുറവ്, അതായത് പോളിംഗിന്റെ ശതമാനത്തിൽ വന്നിരിക്കുന്ന കുറവ് LDF-ന്റെയും UDF-ന്റെയും ശക്തി കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദുർബലമായിരിക്കുന്ന LDF UDF മുന്നണികൾക്ക് നടുവിൽ ശക്തമായി ഉദിച്ചുയരുന്ന NDA മുന്നണിയാണ് എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമുദായിക മത സംവിധാനങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അവസാനമായിട്ട് സന്ദീപ് വാര്യരുടെ ചാട്ടം UDF-ന് വിനയായിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് എല്ലാവരും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് വന്നില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്നാണ് ഇന്ന് കോൺഗ്രസും UDF-ഉം പറയുന്നത്. അതിന്റെ നേതാക്കന്മാർ തന്നെ ആശങ്ക പങ്കുവെക്കുന്ന ഈ അവസരത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, UDF-ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തൊരു മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് വ്യക്തമായ മുൻതൂക്കത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടി NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പാലക്കാട് വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയാവുന്ന അവരുടെ ആത്മവിശ്വാസത്തെ നമുക്കൊരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല, തള്ളിക്കളയാനും കഴിയില്ല. NDA-യുടെ അക്കൗണ്ട് തുറക്കുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിധിയായിരിക്കും നാളെ വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ദീപാനിൽ, കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം മുതൽ തലവേദന. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് സരിൻ പ്രശ്നമുണ്ടാക്കി പുറത്തേക്ക് പോകുന്നത്. നേരത്തെ നമ്മുടെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പഞ്ചായത്തുകളിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ കല്ലുകടി അത് പല തോതിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. ഒപ്പം ഒടുവിൽ ഏറ്റവും അവസാനം ശ്രീ ജയസൂര്യൻ പാല പറഞ്ഞതുപോലെ സന്ദീപ് വാര്യരുടെ പ്രവേശനം, ഇതെല്ലാം കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് അല്പം ഒരു നെഗറ്റീവാണ് എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ പോകുന്നു. ഒപ്പം ഏറ്റവും അവസാനം വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം CPM ജില്ലാ സെക്രട്ടറി നടത്തിയ ഒരു പരാമർശമുണ്ട്. SDPI PDP പോലെയുള്ള ജമാഅത്തെ പോലെയുള്ള സംഘടനകൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു പ്രീണനം കോൺഗ്രസ് അവിടെ പാലക്കാട് നടത്തിയിരുന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട്? കോൺഗ്രസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് അപ്പോൾ മുതല് കോൺഗ്രസ് അവിടെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ അവിടെ മറ്റേ ട്രോളി ബാഗ് വിവാദമൊക്കെ BJP LDF മുന്നണി അവിടെ സൃഷ്ടിച്ചെടുത്തതൊക്കെ. പക്ഷെ അതൊക്കെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ വികസന നേട്ടങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ടായി. മുനിസിപ്പാലിറ്റിയുടെ ഭരണ പരാജയത്തെയൊക്കെ ആ മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലറായിരിക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടുത്തെ ഭരണ പരാജയത്തെയൊക്കെ മൂടി വെക്കുന്നതിന് വേണ്ടിയാണ്
ചർച്ച മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നതിനും വേണ്ടി തന്നെയാണ് അന്ന് അവിടെ ആ ട്രോളി വിവാദമൊക്കെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ ഒന്നും തന്നെ ഒരു വിള്ളലും വീണിട്ടില്ല. ഞങ്ങൾക്ക് പോൾ ചെയ്യേണ്ട വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ളത് പിന്നെ ഈ അവസാന നിമിഷം വരെ BJP-ക്കാർക്ക് പ്രതീക്ഷയാണ്. അതൊക്കെ ചരിത്രപരമായിട്ടുള്ള വിജയം എന്നൊക്കെ പറയാന് എന്താണ് നേമത്ത് ഒരു പ്രാവശ്യം ശ്രീ O രാജഗോപാൽ വിജയിച്ചത് O രാജഗോപാലിനെ ഒന്നും NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് BJP-ക്കാർ കാണുന്നില്ലെന്നാണോ ചരിത്രപരമായിട്ടുള്ള വിജയം ഇപ്പോൾ ഉണ്ടാവണമെന്ന് പറയണത്? പിന്നെ തൃശ്ശൂര് ഒരു മുയൽ ചക്ക വീണ് ചത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യവും അങ്ങനെ ചക്ക വീഴുന്നൊന്നും വിചാരിക്കരുത്. മുയൽ ചക്ക വീഴത്തുമില്ല. ഈവൻ ചക്ക വീണാൽ പോലും ചിലപ്പോൾ മുയൽ ചാവത്തുമില്ല. പിന്നെ സരിന്റെ സ്ഥാനാർത്ഥിത്വം ഒന്നും ഞങ്ങളെ ഒരു മുയലിനെ പേടിച്ച് തരത്തിൽ കോൺഗ്രസിൽ അന്ന് സ്ഥാനാർത്ഥിയൊക്കെ മാറ്റേണ്ടി വന്നിരുന്നു. ഒരിക്കലും മാറ്റേണ്ടി വന്നിട്ടില്ല. എവിടെയാണ് മാറ്റേണ്ടി വന്നത്? ഞങ്ങൾ ആദ്യം മുതൽ തന്നെ തീരുമാനിച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തില്. പാലക്കാടല്ല, ഞാൻ തൃശ്ശൂരെ കാര്യമാണ് പറഞ്ഞത്. തൃശ്ശൂര് അതല്ല, അങ്ങനെയൊന്നും അല്ല. ഒരു രാഷ്ട്രീയത്തില് തന്ത്രങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയത്തില് പലപ്പോഴും തന്ത്രങ്ങൾ പയറ്റപ്പെടും. ആ തന്ത്രങ്ങൾ പയറ്റുന്നതിലൂടെ തന്നെയാണ് രാഷ്ട്രീയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള തന്ത്രങ്ങൾ അതിന്റെ ഭാഗമായി സരിൻ പാർട്ടി വിട്ടു പോകാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത് രാഷ്ട്രീയ തന്ത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അങ്ങനെയല്ലാതെ ഒരു സിനിമാ താരത്തിനെയോ ഒരു മെട്രോമാനെയോ അല്ലാതെ BJP-യുടെ അംഗത്വമുള്ള BJP-യുടെ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു BJP-കാരനെ നിർത്തി നിങ്ങൾ ജയിപ്പിച്ചിട്ടാണ് ഈ അവര് ചലച്ചിത്ര താരമായതുകൊണ്ടോ മെട്രോമാൻ ആയതുകൊണ്ടോ BJP-യുടെ അംഗമല്ലാന്നുണ്ടോ? അവർ മത്സരിച്ചത് താമര ചിഹ്നത്തിലാണ്. BJP-യുടെ പാർട്ടി അംഗത്വമുള്ള അതെ, നിങ്ങൾക്ക് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക, അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൂടെ കുറെ വോട്ടുകൾ നേടുക എന്നതല്ലാതെ BJP-യുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരാളിനെ കൊണ്ട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്താണ്? SFI-കാരനായിരുന്നു, അതിനുശേഷം കോൺഗ്രസ്സുകാരനായിരുന്നു, അതിനുശേഷം BJP-യിലേക്ക് വന്നു. അങ്ങനെ സ്ഥാനമാനങ്ങളും സ്ഥാനാർത്ഥിത്വവും നേടി ചാടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെ വെച്ചിട്ടല്ലാതെ നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ട് എടുത്തിട്ടാണ് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിൽ കേൾക്കാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു. ആ അവകാശവാദത്തിന് കുറച്ചും കൂടെ ഒരു എന്താണ് പറയുന്നത്, ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാകുമായിരുന്നു. ഇത് വെറുതെ എന്താണ് ഓരോ കാര്യങ്ങൾ വെറുതെ പറയുക, അപവാദങ്ങൾ പറയുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മുഖത്ത് കരിവാരി തേക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക, ഇതൊന്നും തന്നെ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങളുടെ ഇടയിലേക്ക് വരില്ല. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ സാറ് സ്കോർ ചെയ്ത വോട്ടിന്റെ പകുതി പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല എന്നുള്ളതാണ് 100%. അതിന്റെ അത്രത്തോളം കോൺഫിഡൻസ് കോൺഗ്രസിന് ലഭിക്കണമെങ്കിൽ നേരത്തെ CPM ജില്ലാ സെക്രട്ടറിനെ പങ്കുവച്ച പോലെ ജമാഅത്തെ ഇസ്ലാമി, SDPI, PDP തുടങ്ങിയ സംഘടനകളുടെ നിർലോഭമായ സഹായം കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. PDP തന്നെ പറഞ്ഞിരുന്നു SDP തന്നെ പറഞ്ഞിരുന്നു വോട്ടിംഗ് ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ പിന്തുണ പാലക്കാട് കോൺഗ്രസിനായിരുന്നു, UDF-നായിരുന്നു എന്ന് പരസ്യമായി SDP പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവും. ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് കിട്ടി, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം അവരുണ്ടായിരുന്നു എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിന് ഇപ്പോഴെങ്കിലും ഉണ്ടാവും. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംഘടനാ സംവിധാനമുണ്ട്, ഞങ്ങൾക്ക് സഖ്യ സംവിധാനമുണ്ട്. ഞങ്ങളുടെ UDF-ന്റെ സഖ്യകക്ഷികളിൽ പെട്ടിട്ടല്ലാത്ത ആരുമായിട്ടും ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കുകൾക്ക് തയ്യാറായിട്ടില്ല. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. നല്ല സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ അത് ഏത് സംഘടനയിൽപ്പെട്ടവരായാലും വോട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് വോട്ട് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരാളിപ്പൊ ഞാൻ ഒരു കോൺഗ്രസ്സുകാരിയാണ്, നാളെ വേറൊരു പാർട്ടിയിലുള്ള ഒരാളിനോട് എനിക്ക് അയാളെ വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമുണ്ട്, വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റും? അതെന്റെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ? അപ്പൊ ഒരു മറ്റേതെങ്കിലും ഒരു സംഘടനയിൽ വിശ്വസിക്കുന്നവർ കോൺഗ്രസിന്റെ നല്ല വ്യക്തിത്വമുള്ള ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥിയെ ഇയാളാവണം ഞങ്ങളുടെ ജനപ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളല്ലല്ലോ SDP-യെ പോലെയുള്ള നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച SDP-യുടെ പിന്തുണ അത് ഏതെങ്കിലും ഒരാളുടെ പിന്തുണയായി കാണാൻ സാധിക്കും. അത് അംഗീകരിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നാണ് മാത്രം മനസ്സിലാകുന്നത്. എന്തായാലും ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു ഒറ്റ നിമിഷം അരുണാലത്തോടു കൂടി പാലക്കാട് നിന്നുണ്ട്. അരുൺ, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ. കോൺഗ്രസ് അമിത ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും എന്താണ് റിയാലിറ്റി എന്നത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അരുൺ.
ഉമേഷ്, തീർച്ചയായും കോൺഗ്രസ് അവരുടെ ആത്മവിശ്വാസം കൈവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും കോൺഗ്രസിന് ഈ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകൾ സരിനിലേക്ക് കൂടെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതുള്ളത്. മാത്രമല്ല, സരിൻ എന്നുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള മണ്ഡലത്തിലും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. സരിൻ ഏതെങ്കിലും തരത്തിലൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും, അതായത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായിട്ട് ഇടതുപക്ഷം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് വിജയിക്കാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ 5000-ഓളം വോട്ടുകളാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഈ ഷാഫി പറമ്പിലിനെ മാറ്റി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് മെട്രോമാൻ ഇ ശ്രീധരൻ 3800-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ഇത്തവണ ഏതായാലും അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ BJP ക്യാമ്പുകളിലുണ്ട്. അതായത് ഇടതുപക്ഷ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിന് ലഭിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തുവെങ്കിൽ സ്വാഭാവികമായിട്ടും BJP വിജയിക്കുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷയായിട്ട് ഉള്ളത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം BJP പ്രതീക്ഷിക്കുന്ന കാര്യം എന്നുള്ളത് പോളിംഗ് തന്നെയാണ്. പോളിംഗിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. വാർഡുകൾ കേന്ദ്രീകരിച്ച് മൂത്താന്തറയും അതുപോലെ തന്നെ വടക്കന്തറയും കറുകോടിയും ഉൾപ്പെടെയുള്ള മേഖലകൾ, കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലകൾ, ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ BJPക്ക് 80%-ലധികം പോളിംഗ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകളൊക്കെ കൃത്യമായി തന്നെ അവർക്ക് പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് BJP പോസിറ്റീവായി കരുതുന്ന ഒരു ഘടകം എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ സരിൻ എന്നുള്ള സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി പിടിക്കുകയാണെങ്കിൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് BJP രണ്ടാമതായി വിജയത്തിന് പ്രതീക്ഷയായി കരുതുന്നത്. മൂന്നാമതായിട്ട് കരുതുന്നത് ഈ UDFനെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും പോളിംഗ് അവരുടെ മേഖലകളിൽ, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് നന്നേ കുറവായിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ബെൽറ്റുകളിലൊക്കെ പോളിംഗ് പലയിടത്തും കുറവായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ UDFന് നേരത്തെ ഷാഫി പറമ്പിലിന് കിട്ടിയ തരത്തിലുള്ള വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടില്ല എന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെയും NDAക്ക് ഒരു അനുകൂല ഘടകം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ എന്നുള്ളത് പാലക്കാട്ടുകാരനാണ്. പാലക്കാട് നഗരസഭയിൽ വൈസ് ചെയർമാനായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നാട്ടുകാരനായ വ്യക്തി എന്നുള്ളൊരു ചിന്ത വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ അനുകൂലമായി വോട്ടിങ്ങിൽ BJPക്ക് അനുകൂലമായിട്ട് തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോർത്തിണക്കി പരിശോധിക്കുമ്പോൾ NDAയുടെ താമര പിരിയും പാലക്കാട് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJP ക്യാമ്പുകളിലുള്ളത്, NDA ക്യാമ്പുകളിലുള്ളത്. എന്തായാലും ദേശീയ രാഷ്ട്രം ഉറ്റുനോക്കുന്ന സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് വിധിയെല്ലാം പെട്ടിയിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ആര് നേടും, ആര് വാഴും, ആര് വീഴുമെന്നൊക്കെ അറിയാൻ പ്രത്യേക ബുള്ളറ്റിനാണ് പ്രേക്ഷകർ കണ്ടത്. പങ്കെടുത്ത അതിഥികൾക്കും ഒപ്പം പ്രതിനിധികൾക്കും നന്ദി, നമസ്തേ.